നിർബന്ധമായ ഉലുഹിയ്യത്താണെങ്കിലും സുന്നത്തായ ഉലുഹിയ്യത്താണെങ്കിലും ഉലുഹിയ്യത്ത് കർമ്മം നിർവഹിച്ചവർ അതിന്റെ ഒരു ഭാഗവും വിൽപ്പന നടത്താൻ പാടില്ല. അത് വിൽപ്പന നടത്താൻ വേണ്ടി അവർ മറ്റാരെയും ഏൽപ്പിക്കാനും പാടില്ല. ഉലുഹിയ്യത്തിന്റെ തോലോ മറ്റു ഭാഗങ്ങളോ അറവുകാർക്ക് കൂലിയുടെ ഭാഗമായി നൽകാനും പാടില്ല. ഉലുഹിയ്യത്തിന്റെ തോല് വിൽപ്പന സാധാരണ വ്യാപകമായി നടക്കുന്ന ഒരു വിഷയമാണ്. പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ആ തോല് വിറ്റ പണം നാം സ്വന്തമായി ഉപയോഗിക്കാതിരുന്നാൽ മതി, ആ പണം പാവപ്പെട്ടവർക്ക് സദഖ ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ പള്ളിയിലേക്കോ മദ്രസക്കോ സദഖ ചെയ്യുന്ന പതിവുണ്ട്. സത്യത്തിൽ ഉലഹിയത്തിന്റെ ഒരു ഭാഗവും കർമ്മം നടത്തിയവർ വിൽക്കാൻ പാടില്ല എന്നത് കൃത്യമായ നിയമമാണ്. ഒരാൾ തന്റെ ഉലഹിയത്ത് വർഗത്തിന്റെ തോല് വിൽപ്പന നടത്തിയാൽ ഫലാ ഉലഹിയത്ത് ലഹു, അവന് ഉലഹിയത്ത് ലഭിക്കുകയില്ല എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉലഹിയത്തിന്റെ തോല് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങൾ വിൽപ്പന നടത്തുന്നത് ഉലഹിയത്തിന്റെ വലിയ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്. ആ വിൽപ്പന അസാധുവാണ്, ആ വിൽപ്പന നിഷിദ്ധമാണ്, അഥവാ ഹറാം ആണ്. എന്ന് മാത്രമല്ല, ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കിതാബു സവാജിറിൽ ഉലഹിയത്തിന്റെ തോല് വിൽക്കുന്നതും അറവ് ജോലിക്കാർക്ക് കൂലിയായി നൽകുന്നതും വൻദോഷമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും സൗകര്യമായ മാർഗം സുന്നത്താണെങ്കിലും നേർച്ചയാണെങ്കിലും തോലുകൾ സകാത്തിന്റെ അവകാശികളായ ഫഖീർ മിസ്കീനുകൾക്ക് സ്വതക്കയായി നൽകുക. അവർ അത് കൈപ്പറ്റിയതിനു ശേഷം അവർ വിൽപ്പന നടത്തുന്നതിന് വിരോധമില്ല. ഉലഹിയത്തിന്റെ തോലോ കൊമ്പോ ഏത് ഭാഗങ്ങളായാലും അത് വിൽപ്പന നടത്താൻ പറ്റുന്ന രൂപത്തിൽ ഉടമാവകാശം ഉള്ളത് അത് ലഭിക്കുന്ന ഫഖീർ മിസ്കീൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ്. അതുകൊണ്ട് സുന്നത്തായ ഉലഹിയത്തായാലും നേർച്ചയായ ഉലഹിയത്തായാലും ഉലഹിയത്ത് കർമ്മം നടത്തിയവരും അവരിൽ ഏൽപ്പിക്കപ്പെട്ടവരും ഉലഹിയത്തിന്റെ തോലോ മറ്റു ഭാഗങ്ങളോ വിൽപ്പന നടത്താൻ പാടില്ല. അത് നിഷിദ്ധമാണ്, മഹാപാപങ്ങളിൽപ്പെട്ടവരാണെന്നും പല ഇമാമുകളും വ്യക്തമാക്കിയതാണ്. അത് ഉലഹിയത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ കാരണമാണ്. ആ തോല് സകാത്തിന്റെ അവകാശികളായ ഫഖീർ മിസ്കീൻ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് സ്വതക്കയായി നൽകുക. അവർ കൈപ്പറ്റിയതോടുകൂടി അത് അവർക്ക് ഉടമയിൽ വന്നിരിക്കുന്നു. അവർ ഇനി വിൽക്കുന്നതിന് വിരോധമില്ല, വിറ്റ് കിട്ടിയ പണം അവരുടേതാകുന്നു.